ഹായ് കൂട്ടുകാരെ, ഞാൻ അനിത. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് തേങ്ങ അരച്ച മീൻകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കറിയാം എല്ലാവർക്കും എങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നത്, എങ്കിലും എൻ്റെ സ്റ്റൈലിലുള്ളൊരു തേങ്ങ അരച്ച മീൻകറി ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്കൊരു ചട്ടി ഗ്യാസ് അടുപ്പിലേക്ക് വെക്കാം. ചട്ടി ഒന്ന് ചെറു ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അന്നേരം നല്ലവണ്ണം ചട്ടി ചൂടാകണം കേട്ടോ. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റായിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 4-5 കഷ്ണം തോട്ടുപുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി തിളപ്പിക്കാനായിട്ട് വെക്കുക. ഇനി ഈ മീൻകറി ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്കൊരു അരപ്പുണ്ടാക്കാം. അരപ്പിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങ, സ്വല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ അന്ന് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അത് എരിവ് വരികയില്ലല്ലോ. ഒരു ടീസ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് മൂന്നും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 3-4 കൊച്ചുള്ളി. എനിക്ക് കൊച്ചുള്ളി കുറച്ച് കുറവായിരുന്നു, അപ്പോൾ അവരോട് ആവശ്യത്തിനുള്ള കൊച്ചുള്ളി ചേർക്കാം കേട്ടോ. ഇത് 3ഉം കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം അരപ്പാക്കുക. ചെറു ചൂടുവെള്ളത്തിൽ അരപ്പാക്കിയതിന് ശേഷം നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ചട്ടി ഉള്ള ഈ പുളിവെള്ളം ഉണ്ടല്ലോ, ഇതിലേക്ക് ഈ അരപ്പിനെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒഴിച്ചു കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് നല്ലവണ്ണം തിളയ്ക്കണം കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് തന്നെ ഇത് പിന്നെ ഇതിലേക്ക് തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു പച്ചച്ചുള്ളൊരു ടേസ്റ്റ് നിൽക്കും നമുക്കിതിൻ്റെ. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നല്ലവണ്ണം തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അന്നേരം വേണമെങ്കിൽ ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് കുറവുള്ളവർക്ക് ഉപ്പ് അതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ അരപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ടായിരുന്നു ഞാൻ അരച്ചത്. അപ്പം നമുക്കത് അറിയാൻ പറ്റും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പുളിവെള്ളം കൂടെ ഒന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഈ 10 മിനിറ്റ് അരപ്പിലൂടെയൊക്കെ ഒന്ന് പിടിച്ച് കിടന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അപ്പോൾ ഒരു പ്രത്യേക ആ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും കറക്റ്റായിട്ട്. അതിലേക്ക് ഒരു 4 പച്ചമുളക്, അപ്പോൾ അവരവരുടെ എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില, ഞാൻ കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ നല്ലതാണ് കേട്ടോ ആരോഗ്യത്തിന്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി. സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞൊക്കെ ഇടും, പക്ഷെ ഞാനിവിടെ ചതച്ചിട്ടിരിക്കുകയാണ്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു നല്ലവണ്ണം ഒന്ന് തിളയ്ക്കുക. അതിന് കൂടാതെ തന്നെ നമുക്കിതിലേക്ക് ഒരു കഴുകി വെച്ചിരിക്കുന്ന തക്കാളിക്ക, ഞാൻ ഒരു വലിയ തക്കാളിക്ക എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് സ്ലൈസായിട്ട് അരിഞ്ഞ് ചേർക്കുക. അപ്പം പുളി കൂടുതൽ വേണ്ടിയവർക്കാണെങ്കിൽ ഇതൊക്കെ, എനിക്ക് ഇച്ചിരി പുളി കൂടുതൽ ഇഷ്ടമാണ്, അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ചേർക്കാം. പുളി കുറവ് വേണ്ടിയവർക്ക് നമ്മുടെ തോട്ടുപുളിയുടെ അളവിൻ്റെ എണ്ണം കുറച്ചിട്ട് ഒരു വലിയ തക്കാളിക്ക ഇട്ടാലും മതി. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത് തക്കാളിക്കയാണ്. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പച്ചമാങ്ങയാണെങ്കിലും ചേർക്കാം കേട്ടോ. നല്ലവണ്ണം ഒരു 10 മിനിറ്റ് പിന്നെയും തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചൂര മീനാണ്. ആ ചൂര മീൻ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് നല്ലവണ്ണം ഇത് സ്ലോ ഫ്ലെയിമിലിട്ട് ഫസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്ന് തിളച്ചോട്ട്. അതിനുശേഷം ഇതിനെ ഒരു ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുവന്ന് ഈ മീൻ നല്ലവണ്ണം തിളച്ച് ഈ മീൻ തിളപ്പിച്ചതിന് ശേഷം അപ്പം നമുക്കറിയാൻ പറ്റും കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് പതുക്കെ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത എണ്ണ പതുക്കെ ഇതിൻ്റെ സൈഡിലേക്ക് പൊങ്ങി വരും. അങ്ങനെയാണ് നമ്മൾ മീൻ കറി പാകമായി എന്ന് നമ്മളതിനെ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പം ഇനി നമുക്ക് കടുക് വറക്കാൻ വേണ്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടിയെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് കടുക് താളിക്കുന്നതിന് വേണ്ടിയ കാര്യങ്ങൾ വേണ്ടിയെന്നില്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ചെറിയ ചട്ടി വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ മീൻകറി വെക്കുമ്പോൾ അരച്ച കറികൾക്കൊക്കെ നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും കുറച്ചുകൂടെ ടേസ്റ്റായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ആ എണ്ണയൊന്ന് കല്ലിൽ കിടന്ന് നല്ലവണ്ണം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വേണ്ടി കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആക്ച്വലി ഈ കറി സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കറി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു നല്ല ഇച്ചിരി കുത്തരിച്ചോറും ഉണ്ടെങ്കിൽ ഇത് മതി. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് ഏകദേശം പകുതി പൊട്ടിക്കഴിയാറാവുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കണം. ഞാനിവിടെ പൊടിച്ച ഉലുവാപ്പൊടി അല്ല ഇടുന്നത്, ഡയറക്റ്റ് നമ്മുടെ ഉലുവ തന്നെയാണ് ഇടുന്നത് കേട്ടോ. അതാകുമ്പം ഇച്ചിരി കൂടെ ഫ്ലേവർ ഇറങ്ങും.
മറ്റേത് നമ്മൾ പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എനിക്ക് കയ്പ്പ് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്കറിയില്ല എല്ലാവർക്കും അതേപോലത്തെ ഒരു അഭിപ്രായമാണോ എന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ സാധാരണ നമ്മുടെ ചുമന്ന മീൻകറിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, നമ്മുടെ സാധാരണ മീൻകറി, ആ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉലുവാപ്പൊടി തന്നെയാണ് ചേർക്കുന്നത്. പക്ഷേ ഇത് ഇച്ചിരി തേങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇച്ചിരി മിച്ചം വന്ന ആ പച്ചമുളക് ഇരിപ്പുണ്ട്, അതിലേക്ക് ഒരു പീസ് പച്ചമുളകും പിന്നെ 2-3-4 കൊച്ചുള്ളി അരിഞ്ഞതും പിന്നെ ആവശ്യത്തിന് കരിവേപ്പിലയും കൂടി ഇട്ട് നമ്മളിങ്ങനെ നല്ലവണ്ണം ഇളക്കി ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആകുമ്പം അപ്പോൾ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാനിതിലേക്ക് ചതച്ച് വെച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ താളിക്കുന്ന കടുക് വറുത്തതിന് ഒരു ഇച്ചിരി കൂടെ ഫ്ലേവേഴ്സ് ആ ഓയിലിന് ആ എണ്ണയ്ക്ക് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ചിലർ ഇങ്ങനെ ചെയ്യാറുണ്ട്, ചിലർ ചെയ്യാറില്ല. പക്ഷേ ഇതെനിക്ക് അങ്ങനെ ഒരു നല്ല ഇഷ്ടം, പല പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി എനിക്കൊരു നല്ല ടേസ്റ്റ് തോന്നിയത് കൊണ്ടാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഇത് പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കും ഈ കറി, ചപ്പാത്തിയുടെ കൂടെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചോറിൻ്റെ കൂടെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്കിത് മാത്രം മതി. അപ്പോൾ ഇതിപ്പോൾ നല്ലവണ്ണം ഈ കടുക് താളിക്കുന്നതിൻ്റെ ഒന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞു. നമുക്കിനി ഇതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ തിളച്ചു കൊണ്ടിരിക്കുന്ന ആ കറിയിലേക്ക് ഇതിനെ നമുക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒത്തിരി നേരം ഒന്നും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പം തന്നെ നമ്മൾ ഈ കറി നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അതായത് തീ നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മളിത് ഇളക്കാൻ പാടില്ല. നമ്മളൊരു 5 മിനിറ്റ്, അതായത് നമ്മുടെ ഈ ഒരു ബർണറിൽ മറ്റേ ബർണറിലേക്ക് തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഇളക്കാതെ കറി ഒരു 5 മിനിറ്റ് വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കറി ഇതിലേക്ക് ഇളക്കി പിടിപ്പിക്കാവൂ. നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു തേങ്ങ ചേർത്ത മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.